കാറ്റലോണിയയുടെ ഫുട്ബോൾ വീഥികളെ ആവേശത്തിലാഴ്ത്തിയ ഡെർബി പോരാട്ടത്തിൽ അയൽക്കാരായ എസ്പാന്യോളിനെ തകർത്ത് ബാഴ്സലോണ തങ്ങളുടെ കുതിപ്പ് തുടരുകയാണ്. കഴിഞ്ഞ ദിവസം നടന്ന വാശിയേറിയ മത്സരത്തിൽ ഏകപക്ഷീയമായ 2 ഗോളുകൾക്കാണ് ബാഴ്സലോണ വിജയം പിടിച്ചെടുത്തത്. മത്സരത്തിലുടനീളം പ്രതിരോധ കോട്ടകെട്ടി ബാഴ്സയെ വിറപ്പിക്കാൻ എസ്പാന്യോളിനായെങ്കിലും അവസാന നിമിഷങ്ങളിൽ കളി മാറ്റിമറിക്കാൻ ബാഴ്സലോണ താരങ്ങൾക്കുമായി. ഈ ജയത്തോടെ ലാലിഗ പോയിന്റ് പട്ടികയിൽ 2ാം സ്ഥാനത്തുള്ള റയൽ മാഡ്രിഡിനേക്കാൾ 7 പോയിന്റ് മുന്നിലാണ് ബാഴ്സലോണ. കിരീട പോരാട്ടത്തിൽ തങ്ങളുടെ ആധിപത്യം ഉറപ്പിക്കാൻ ഹാൻസി ഫ്ലിക്കിനും സംഘത്തിനും ഇപ്പോഴും സാധിച്ചിട്ടുണ്ട്. മത്സരത്തിന്റെ ഭൂരിഭാഗം സമയവും ബാഴ്സലോണയുടെ മുൻ ഗോൾ കീപ്പർ കൂടിയായ ജോവാൻ ഗാർഷ്യയുടെ തകർപ്പൻ സേവുകളാണ് എസ്പാന്യോളിനെ കളിയിൽ നിലനിർത്തിയത്. എന്നാൽ 86ാം മിനിറ്റിൽ കളിയുടെ ഗതി മാറി. പകരക്കാരനായി ഇറങ്ങി കളിമനഞ്ഞ ഫെർമിൻ ലോപ്പസിന്റെ അളന്നുമുറിച്ച പാസിൽ നിന്ന് ഡാനി ഓൾമോ ബാഴ്സയുടെ ആദ്യ ഗോൾ കണ്ടെത്തി. തൊട്ടു പിന്നാലെ ഇഞ്ചുറി ടൈമിൽ വീണ്ടും ഫെർമിൻ ലോപ്പസ് അവതരിച്ചു. ഇത്തവണ ലോപ്പസിന്റെ പാസ് ലക്ഷ്യത്തിലെത്തിച്ചത് ഗോൾ മെഷീൻ റോബർട്ട് ലെവൻഡോസ്കിയാണ്. 2 ഗോളുകൾക്കും വഴിയൊരുക്കിയ ഫെർമിൻ ലോപ്പസ് തന്നെയായിരുന്നു ഈ ഡെർബി വിജയത്തിലെ യഥാർത്ഥ ശില്പി. തുടർച്ചയായ 9ാം ലീഗ് വിജയമെന്ന റെക്കോർഡുമായാണ് ബാഴ്സലോണ കുതിച്ചുകൊണ്ടിരിക്കുന്നത്. തോൽവി വഴങ്ങിയെങ്കിലും പോയിന്റ് പട്ടികയിൽ 5ാം സ്ഥാനത്തുള്ള എസ്പാന്യോൾ ആദ്യ 4ൽ ഇടം പിടിക്കാനുള്ള കടുത്ത പോരാട്ടത്തിലാണ്. ജനുവരി 7-ന് അത്ലറ്റിക് ബിൽബാവോക്കെതിരെ നടക്കുന്ന സ്പാനിഷ് സൂപ്പർ കപ്പ് സെമി ഫൈനലിന് മുമ്പ് ഈ ജയം ബാഴ്സലോണക്ക് വലിയ ആത്മവിശ്വാസമാണ് നൽകുന്നത്. നിലവിലെ ഫോം തുടരാനായാൽ ഈ സീസണിൽ 1-ലധികം കിരീടങ്ങൾ ക്യാമ്പ് നൗവിൽ എത്തുമെന്ന പ്രതീക്ഷയിലാണ് ആരാധകരും.